ഹലോ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നയൻത്ത് മാത്സിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ, സിമ്പിൾ ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നിങ്ങൾക്കറിയാം, സ്ഥിതിവിവരക്കണക്ക് 8ാം ക്ലാസ്സിലും അവസാനം നമ്മൾ പഠിച്ചിട്ടുള്ള സ്ഥിതിവിവരക്കണക്കായിരുന്നു. 9ലും ലാസ്റ്റ് ഉള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ. ഇനി 10ാം ക്ലാസ് പോയാലും നിങ്ങൾക്ക് ലാസ്റ്റ് കാണാൻ പറ്റും തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇപ്പൊ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? അതിൽ ആവറേജ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ ഇവിടെ സ്റ്റാറ്റിയിൽ പഠിക്കുന്നുള്ളൂ. സ്ഥിതിവിവരക്കണക്കിൽ ആവറേജ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കുറെ കുട്ടികളുണ്ട്. എല്ലാവരും അല്ലെ, ഇപ്പൊ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാറ് വന്നിട്ട് നിങ്ങൾക്ക് മാത്സിൽ എത്രയും മാർക്ക് എന്ന് ചോദിച്ചാൽ നമ്മളെ ക്ലാസ് ടീച്ചർ പറയും ഇവർക്ക് ഏകദേശം ഒരു 40 അല്ലെങ്കിൽ ഒരു 50, ഇങ്ങനെ ആവറേജ് പറയുന്നതിനാണ് എന്ത് പറയാ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. ഈ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ആകെ ആവറേജ് കുറേ ടൈപ്പ് ഉണ്ട്. മീൻ, മീഡിയൻ, മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ ആകെ മീനിന്റെ കേസ് മാത്രം, അതായത് മാധ്യം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ഇവിടെ പഠിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പൊ എന്താണ് മാധ്യം എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിളിലൂടെ മാധ്യം എന്താണെന്ന് പറഞ്ഞു. എക്സാമ്പിളിലൂടെ മാധ്യം പറഞ്ഞുതരാം. നമുക്ക് ഇപ്പൊ ക്ലാസ്സിൽ ചില കുട്ടികൾക്ക്, ഒരു കുട്ടിക്ക് 10 കിട്ടി മാർക്ക്, വേറെ കുട്ടിക്ക് 20, 30, 40, 50, ഇങ്ങനെ ഓരോരുത്തർക്ക് ഡിഫറെന്റ് മാർക്കുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഡിഫറെന്റ് മാർക്കുകളുടെ മാധ്യം അഥവാ മീൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഒന്നും എന്ത് ചെയ്യണ്ട, ഒന്നും നോക്കാല്ല, ഇവരെല്ലാരും കൂട്ടുക. അതായത് മാധ്യം അഥവാ മീൻ ഈക്വൽ ടു, മീനെ നമ്മൾ എക്സ് ബാർ എന്നൊക്കെ വിളിക്കൂട്ടോ. മീൻ ഈക്വൽ ടു ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ ചെയ്താൽ മതി. ടോട്ടൽ, അതായത് എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. 10 പ്ലസ് 20 പ്ലസ് 30 പ്ലസ് 40 പ്ലസ് 50 ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട് എണ്ണി നോക്കുക. 1 2 3 4 5, 5 നമ്പേഴ്സ് ഉണ്ട്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നോക്കുക, 10 പ്ലസ് 20 30 60 60 100 150. അപ്പൊ 150 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ നമുക്ക് എന്തായി ആൻസർ കിട്ടും. 150 ഡിവൈഡഡ് ബൈ 5 പറഞ്ഞാൽ എന്താ, 30. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള മാധ്യം എന്താടാ, 30 ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ തന്നാ എല്ലാതും പാടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. എന്നിട്ട് എത്ര നമ്പർ ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായി ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാധ്യം കണ്ടുപിടിച്ച് നോക്കിയാലോ നമുക്ക്. ഇതിന്റെ മാധ്യം നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ ഒരു 30 കൂടി വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. മാധ്യം അഥവാ മീൻ ഈക്വൽ ടു എന്താണ്, ടോട്ടൽ സം, എല്ലാ നമ്പേഴ്സും തമ്മിൽ ആഡ് ചെയ്യാം. 30 40 50 30. അപ്പൊ നമുക്കറിയാം ഇവിടെ ലാസ്റ്റ് ഒരു 30 കൂടി ഉണ്ട്. ഇത്ര നമ്മൾ നേരത്തെ ആഡ് ചെയ്തത് 150 ആണ്. അപ്പൊ 180 ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കുക. 1 2 3 4 5 6 6. അപ്പോ 180 ബൈ 6 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക, എന്താണ് 30 അല്ലെ. 180നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30 കിട്ടും. ഇങ്ങനെയാണ് നമ്മള് മീൻ അഥവാ മാധ്യം ഒരു ഇൻഡിവിജ്വൽ ഡാറ്റ തന്നാൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഇതുപോലെ ചിലപ്പോൾ മാധ്യം എന്ത് ചെയ്യും ആ ഒരു ഫ്രീക്വൻസി ടേബിൾ ഒക്കെ ആയിട്ട് ഒരു നമുക്ക് തരുമ്പോ എങ്ങനെ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ക്ലാസ്സിൽ മാർക്ക് തന്നിട്ടുണ്ട്, ചിൽഡ്രനും തന്നിട്ടുണ്ട്. ഇതിലെന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇതിന്റെ മാധ്യം കണ്ടുപിടിക്കണം. അതായത് മീൻ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം, മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം. ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ ആണ് എന്നൊക്കെ നമുക്കറിയാം അല്ലെ. ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ ആണ് നമുക്കറിയാം. പക്ഷെ ഇവിടെ ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാല് ഈ ചിൽഡ്രൻ എല്ലാവരും പാടെ കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ നമ്പർ കിട്ടും. പക്ഷെ എന്ത് കിട്ടൂല, ടോട്ടൽ സമ്മ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അറിയോ, പുതിയൊരു കോളം കൂടി ഉണ്ടാക്കണം. അതാണ് ഞാനിവിടെ പുതിയൊരു കോളം കൂടി വരക്കുന്നുണ്ട്. പുതിയൊരു കോളം കൂടി വരക്കണം. ഓക്കെ. ടോട്ടൽ സമ്മ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു കോളം. ആ കോളത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, ഇപ്പോ ഇത് എഫ് എക്സും ഇത് എക്സും ഇത് എഫ് ആണെങ്കിൽ ഇതിന് നമുക്ക് വേണമെങ്കിൽ എഫ് എക്സ് എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. പേര് എന്ത് കൊടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ മാർക്ക് എന്ന് കൊടുക്കാം. എഫ് എക്സ് ഒന്നും വേണ്ട, ടോട്ടൽ മാർക്ക്, ആകെ മാർക്ക്, ടോട്ടൽ മാർക്ക്. ടോട്ടൽ മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക, ഇതാ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇത് രണ്ടും ഇൻറ്റു ചെയ്യാം. ഇവന്മാർ രണ്ടാൾക്കാർ ഇൻറ്റു ചെയ്യാം. 2 × 1 2. ഇനി 3 × 2 6, 5 × 4 20,
5 into 4 വീണ്ടും 20, 6 into 6 36, 7 into 11 77, 8 into 10 80, 9 into 4 36, 10 into 4 10 into 2 20. ഇതാണ് നമ്മൾ ടോട്ടൽ മാർക്ക്. ഈ ടോട്ടൽ മാർക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, തെറ്റാതെ ആഡ് ചെയ്യണം. ഏതൊക്കെ ആഡ് ചെയ്യണ്ട്? 2 പ്ലസ്, അപ്പൊ സൈഡിൽ ഒന്ന് എഴുതിയിട്ട് കൂട്ടാം നമുക്ക്. 2 പ്ലസ് 6 പ്ലസ് 20 പ്ലസ് 20 പ്ലസ് 36 പ്ലസ് 77 80 പ്ലസ് 36 പ്ലസ് 20 ഈക്വൽ ടു, നമുക്ക് ഇത് ടോട്ടല് എന്ത് കിട്ടും? 297 കിട്ടും. ഇനി ചിൽഡ്രൻ എത്ര ഉണ്ട് നോക്കി നോക്കുക. എന്തൊക്കെയാണ്? 1 പ്ലസ് 2 പ്ലസ് 5 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 11 പ്ലസ് 10 പ്ലസ് 4 പ്ലസ് 2 45 എന്ന് കിട്ടും. അപ്പോൾ ഇത് കാണാൻ എന്താണ്? 297 ബൈ 45 എന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കുക, 297 3 പോവോ നോക്കുക. കാരണം നമുക്കറിയാം 47 കൊണ്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞോളന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ 3 കൊണ്ട് കട്ട് ചെയ്താൽ 229 9 ആണ്, പിന്നെ 27 9 വരും, 45 15 വരും. വീണ്ടും നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. എന്താ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 33/5. 33/5 നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. 33/5 ചെയ്യുമ്പോൾ 30 6, അപ്പൊ 0.6 6.6 എന്ന് കിട്ടും. ഇവിടുത്തെ ഇവിടുത്തെ മീൻ അഥവാ മാധ്യം എന്താണ്? 6.6 ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എന്ത് ചെയ്യുക? പുതിയതായിട്ട് ഒരു കോൾ ഉണ്ടാക്കുക. ടോട്ടൽ മാർക്ക്, ഇപ്പൊ ഹൈറ്റ് ആണ് തന്നിടുന്നുണ്ടെങ്കിൽ ടോട്ടൽ ഹൈറ്റ്, മാർക്കാണ് തന്നിടുന്നുണ്ടെങ്കിൽ ടോട്ടൽ മാർക്ക്. ഇവിടെ കണ്ടോ, റബ്ബറിന്റെ കിലോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇതിന്റെ മാധ്യമാണ് കണ്ടുപിടിക്കേണ്ടത്, അഥവാ മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാല് നമ്മൾ മൂന്നാമതായിട്ട് ഒരു കോൾ ഉണ്ടാക്കും അല്ലെ? മൂന്നാമതായിട്ട് ഒരു കോൾ ഉണ്ടാക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള പാടാണ്. ആകെ നമുക്ക് ഇതിൽ ഉണ്ടാവുക കൂട്ടാനും അല്ലെ, ഇൻറ്റു ചെയ്യാനും, മൾട്ടിപ്ലിക്കേഷനും സമ്മ് കാണാനും അഡീഷനും ആണ് ഇതിൽ ആകെ ചോദിക്കുക. അപ്പൊ നമ്മൾ ഇതാ മൂന്നാമതൊരു കോൾ ഉണ്ടാക്കി. ഇതിന്റെ പേരെന്ത് കൊടുക്കും? ഇവിടെ കിലോഗ്രാം ആയതുകൊണ്ട് ടോട്ടൽ വെയിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ടോട്ടൽ കിലോഗ്രാം എത്രയെന്ന് നോക്കാം. എന്നിട്ടോ നേരത്തെ പോലെ 9 into 3 27, 10 40, 11 into 3 33, 12 36, 13 into 5 65, 14 into 6 84, 16 into 6 96. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് കോളവും തമ്മിൽ ആഡ് ചെയ്യും അല്ലെ? അപ്പൊ ആദ്യം ഈ കോളത്തിലെ ഫുൾ ആളുകളെ ആഡ് ചെയ്താൽ 27 പ്ലസ് 40 പ്ലസ് 33 പ്ലസ് 36 പ്ലസ് 65 പ്ലസ് 84 പ്ലസ് 96 ആഡ് ചെയ്താൽ നമുക്ക് 381 എന്ന് കിട്ടും. ഇനി ഈ കോളത്തിലെ ആളുകളെ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 3 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 6 ഇത് ആഡ് ചെയ്താൽ 30 എന്ന് കിട്ടും. അപ്പോ എന്തെങ്കിലും മീൻ അഥവാ മാധ്യം കണ്ടുപിടിക്കാൻ 381/30 ചെയ്താൽ മതി. 381 നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. 3 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. യെസ്, കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 38 3 1 2 7 കിട്ടും. 30 10. അപ്പൊ നമുക്കറിയാം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സിമ്പിൾ ആണ് അല്ലെ? 12.7. ഇതിന്റെ മീൻ എന്തായിരിക്കും? 12.7. അപ്പൊ ഇങ്ങനെ ഫ്രീക്വൻസി ടേബിൾ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാ? ഇത് വീണ്ടും വീണ്ടും ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വെക്കുക. എക്സാമിന് ഇതേ മോഡൽ ക്വസ്റ്റ്യൻ വരും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി ടേബിളിൽ ക്ലാസ്സസ് വരുന്നത്. ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാവും, അതിൽ ക്ലാസ്സസ് വിഭാഗം ആദ്യമാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്? ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി.